ഡോങ്കൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ ഓണ വെക്കേഷന് ഞങ്ങൾ പോയത് പിള്ളേരെല്ലാവരും കൂടി ഒന്നിച്ച് പോയത്, അതായത് അമ്മൂസും മിന്നൂസും റോസും കൂടും അപ്പൂസനും കൂടി പോയത് അഴീക്കോട് ബീച്ച് കാണാനാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറം ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ്. നമുക്ക് ചീനവലകളുടെ അതിഭീരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിസിൻ്റെ അടുത്ത് കവാടത്തിലെത്തി. അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയത്. എന്നാൽ തിരക്കായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. ഓഫ് റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടികളിൽ അവിടെ ആൾക്കാർ ഓരോ ട്രിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. 2 പേരിൽ കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ 100 രൂപയും, സിംഗിൾ ആത്മീയാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ 50 രൂപയാണ് ഓരോ റൈഡിനും വേണ്ടി കൊടുക്കേണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറിയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിലേക്കാണ്. അവിടെ അതിനകത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് 5 രൂപയാണ്. മുതിർന്നവർക്കൊന്നും ആവശ്യമില്ല. കാരണം 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാർക്ക് അനുവദിച്ചിരിക്കുന്നത്. മുതിർന്ന കുട്ടികൾക്ക് അതിനകത്തേക്ക് റൈഡുകളിൽ കയറാൻ അനുവാദമില്ല. മിന്നൂസ് ആദ്യമായിട്ട് കയറിയത് ഊഞ്ഞാലിലാണ്. ബാക്കിയുള്ളതിലൊക്കെ കയറാനായിട്ട് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ 2 ചേച്ചിമാരും കൂടി ഊണ്ടി കയറ്റി അവളെ ഓരോ റൈഡിലും കയറ്റി. വളരെ പേടിയോടെയാണ് അവൾ ഈ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പേരും പിടിച്ചിട്ടൊക്കെയാണ് അവൾ ആ റൈഡിൽ കയറിയതും ഇറങ്ങിയതും. പിന്നെ അവൾ റൈഡിൽ നിന്നുണ്ടായിരുന്നില്ല. ഓരോ റൈഡിലും മാറി മാറി കയറി അവൾ വെക്കേഷൻ ആസ്വദിക്കുകയാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ പ്രകാശം കാണുന്നതിന് നമുക്ക് മനസ്സിലാകും. എങ്കിലും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറ്റാടി മരത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു യാത്ര പോയി. അവിടെ നിന്ന് നേരെ കടലിൻ്റെ തീരത്തേക്ക് ഇറങ്ങി. മിന്നൂസ് ചാടിയാണ് ഇറങ്ങുന്നത്. കാരണം ആദ്യമായിട്ടാണ് അവൾ കടൽ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും കടൽ കാണാൻ പോകാൻ എന്തെങ്കിലും തിരക്കൊക്കെ ആവും. അങ്ങനെ ഞങ്ങൾ ഇത്ര നാളും കാണാൻ സാധിച്ചിരുന്നില്ല. രണ്ട് ചേച്ചിമാരും കൂടി മിന്നൂസിനെ കടലിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചാണ് ഇറക്കുന്നത്. കാരണം അവൾ ഇറങ്ങാൻ കൂട്ടാക്കണ്ടായിരുന്നില്ല. അതിനുശേഷം അവളെ കയറ്റാൻ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് ഇതേപോലെ തന്നെ ബലം പ്രയോഗിക്കേണ്ടി വന്നു. മണ്ണപ്പം ചുട്ടും അവരുടെ അവധിക്കാലം ആഘോഷിക്കുകയാണ്. അപ്പോഴത്തേക്കും ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പച്ചനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കടലമ്മ എടുത്തു കൊണ്ടുപോയി. ഈ പ്രാവശ്യം കടലമ്മയ്ക്ക് എത്താൻ സാധിച്ചില്ല.
അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കായലും കടലും ചേരുന്ന പ്രദേശത്താണ്. അപ്പോൾ കടലിൽ നിന്നും മീൻപിടുത്തം കഴിഞ്ഞ് മുനമ്പം കടപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഫിഷിംഗ് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു ബോട്ടിനെ കാണാൻ സാധിച്ചു. അതിസുന്ദരമാണ് ബോട്ട് കായലിലേക്ക് കയറുന്ന യാത്രകൾ കാണാനായിട്ട്. കായലിൽ നിന്നും കടലിലേക്കും ബോട്ടുകൾ പോടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് എന്താണ് ബോട്ടിൻ്റെ പ്രത്യേകതകളെന്നെല്ലാം. നമുക്കെന്തെങ്കിലും കാണാൻ സാധിക്കുമോ? മീൻപിടുത്തം കഴിഞ്ഞ് വരുന്നത് ചീന വലയും എല്ലാം നമുക്ക് അതിസുന്ദരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അവിടെ ധാരാളം ആൾക്കാർ ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു. അസ്തമനം കാണാണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. കാരണം കണ്ടമാനം സമയമായി ഞങ്ങൾ എത്തിയിട്ട്. മിന്നുവിൻ്റെ റാമ്പ് വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ചു പോകുമ്പോൾ നബിദിനമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഘോഷയാത്രയും ഡോക്ടർമുട്ടും നമുക്ക് കാണാൻ സാധിച്ചു. നല്ല തിരക്കായി ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴത്തേക്കും. ഞങ്ങൾ പോകുമ്പോൾ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്. അടുത്ത വർഷം ഇതൊക്കെ പൂർത്തീകരിച്ച് കാണാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മളെ യാത്ര തുടരുകയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ റൂട്ടിലുള്ള ജ്യൂസ് കടയിൽ നിന്നും ജ്യൂസ് കുടിച്ച്, ഏത് വിധത്തിലുള്ള ജ്യൂസ് കുടിച്ചാലും നമുക്ക് 20 രൂപയായിരിക്കും. ഈ ജ്യൂസ് കുടിച്ച് ഈ പ്രാവശ്യത്തെ അവധി ഞങ്ങൾ നല്ലവണ്ണം ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും.